എന്റെ നാട് കുട്ടനാട്. നമ്മൾ ചെങ്ങട ഉണ്ടാക്കുകയാണ്, കുപ്പി ചെങ്ങട. അപ്പോൾ നമുക്ക് ഇതിലെ പ്ലാസ്റ്റിക് ഒക്കെ കളയാം. ഒട്ടിച്ചെടുക്കാം ഇതെല്ലാം. വെള്ളപ്പൊക്കത്തിനെടുക്കാൻ നമ്മളൊരു അടിപൊളി ചെങ്ങാടമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പണികളിലേക്ക് പോകാം. 2 സൈഡ് ഇങ്ങനെ ചുറ്റിയെടുത്തിട്ടുണ്ട് സെല്ലോ ടേപ്പ്. ഇതുപോലത്തെ കുറേ ലെയർ ഉണ്ടാക്കണം ഇനി. എന്നിട്ട് 1-2 തവണ കൂടെ ടേപ്പ് ഒട്ടിക്കേണ്ടി വരും, ഇല്ലേ പറഞ്ഞു പോകും. അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാതെ മഴയും വെള്ളപ്പൊക്കവുമായി. വറ്റിക്കിടന്ന തോടും പാടവും എല്ലാം നിറഞ്ഞു കവിഞ്ഞു. ഒട്ടിച്ചു വെച്ച കുപ്പിയെല്ലാം ഒടിച്ചു മുടക്കി ചാക്കി കയറ്റി അങ്ങനെ പണി എളുപ്പമാക്കി. എന്തൊക്കെ മേളമായിരുന്നു, പാട്ട്, ഡാൻസ്, കൂത്ത്, എനിക്ക് അപ്പോഴേ തോന്നി. അങ്ങനെ ചെങ്ങാടത്തിൻ്റെ പണികളെല്ലാം ചടപടേന്ന് ചെയ്യണം. നമുക്കൊരു പടുതയുണ്ട്, ടണൽ പോലെ 2 അറ്റവും മുട്ടിയതാണ്. നമുക്ക് ചാക്കെല്ലാം അതിനകത്ത് കയറ്റി കെട്ടി വെച്ച് നോക്കാം. 3 മീറ്റർ നീളത്തിലാണ് ഇതെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഇങ്ങനെയാണ്, 2 അറ്റവും സെപ്പറേറ്റ് ആക്കിയിട്ടില്ല. കണ്ടോ, ഹോളുണ്ട് നടുക്കൂടെ. അപ്പം നമുക്ക് ഇതിനകത്തൂടെ ആ ഓരോ ചാക്കിട്ടും കയറ്റി കൊടുത്ത് നോക്കാം. എന്നിട്ടിത് മടക്കി കെട്ടി വെക്കണം. നമ്മളിതിൻ്റെ ഓരോ ചാക്കും ഇങ്ങനെ ഇതിനകത്തോട്ട് നിറച്ചുകൊണ്ടിരിക്കുകയാണ്. നിറച്ചിട്ട് കാണിക്കാം. നമ്മൾ കണ്ട ഒരുവിധം നിറച്ച് വന്നപ്പോഴേക്കും മഴ വന്ന് ഇനിയിപ്പോൾ പണി നാളെ ആക്കാം. വെള്ളത്തിനോടൊപ്പം തന്നെ ധാരാളം മീനുകൾ എത്തിയിട്ടുണ്ട്. നമുക്ക് ആ കാഴ്ചകളോടൊന്ന് കണ്ടിട്ട് വരാം. വറ്റിക്കിടന്ന പാടത്തെ മീനുകൾക്കെല്ലാം ഇത് ഉത്സവകാലമാണ്. നമുക്ക് ചാകരയും. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് മുപ്പല്ലി നമുക്ക് അത്യാവശ്യം. മുപ്പല്ലി ഇതല്ലാതെ പോയി, അല്ലാതെ നമുക്കതിനെല്ലാം കുത്തിയെടുത്ത് നമ്മുടെ ചട്ടിയിലാക്കാറുണ്ട്. ഇതേ ഇരിക്കുന്ന കണ്ടോ മീനൊക്കെ, നല്ല അടിപൊളി സൈസ് വരാലൊക്കെ കയറിയിരിക്കുന്നത്. വെള്ളം പെട്ടെന്ന് പൊങ്ങി വരുന്നതുകൊണ്ട് പിടിക്കാനൊരു മൂടില്ല. ഇവിടെ ഇരിക്കട്ടെ, വേറെ ഉണ്ടോ നോക്കാം. തോട്ടിലും പാടത്തുമൊക്കെ വെള്ളം നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം തോട്ടറമ്പിലും പാടത്തിൻ്റെ പറമ്പിലും ഒക്കെ ഒരുപാട് വരാലൊക്കെ വന്ന് നിൽക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ ഒരാൾ നിൽപ്പുണ്ട്, കയറി ഇരിക്കുന്നുണ്ടോ, പിടിക്കാൻ സുഖമോ. അനങ്ങത്തില്ല ആശൻ. ഒരൊറ്റ കുത്തിനെല്ലാവരും വെട്ടിന് നമുക്ക് ചട്ടിയിലാക്കാം. വേറൊരാൾ അവിടെ ഇരുന്നോട്ടെ. അതിൻ്റെ അടുത്ത് വേറെടുത്ത് എത്ര തവളയാണ്. ഇരുന്നോട്ടെ. വെള്ളപ്പൊക്കമായ ഇങ്ങനെയും ചില പരിപാടികളുണ്ട്. അടുത്ത ദിവസം നൈറ്റ് നമ്മൾ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. ഇത്തവണ മീൻ പിടിക്കാനുള്ള പരിപാടിയായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. അവൻ്റെ നിപ്പ് കണ്ടോ, ഒതുക്കത്തിൽ കിട്ടിയാൽ നമ്മൾ ഉറപ്പായും അവനെ പൊക്കുവേ. എൻ്റെ കയ്യിലിരിക്കുന്ന ആയുധം കണ്ട് അത് തിരിച്ചു മടങ്ങിപ്പോയി. ആയുധം എന്താണെന്നല്ലേ വഴിയെ കാണാം. മുപ്പല്ലി കിട്ടാത്തതുകൊണ്ട് 2 കമ്പിയുടെ അറ്റം കൂർപ്പിച്ചെടുത്ത് നമ്മളത് കൂട്ടിക്കെട്ടി ടുപ്പല്ലിയാക്കി നമ്മൾ ഉപയോഗിക്കുകയാണ്. ആ കാഴ്ച എനിക്ക് കാണുന്നത്. വരാൽ വരികയാണെങ്കിൽ കുത്തിപ്പിടിപ്പിക്കാം. നമ്മൾ വരാലിനെ തേടുകയാണ്. കിട്ടുവാണെങ്കിൽ ടുപ്പല്ലി പരീക്ഷണം നമുക്കൊന്ന് നോക്കാം. ഇവിടെ ട്രിപ്പല്ലി ഇല്ലാതെ ടുപ്പല്ലി കൊണ്ട് കുത്തിയിട്ട് വരാൽ നമ്മൾ 3G ആക്കി പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഒരുപാട് കുഞ്ഞു ചെമ്പല്ലികൾ നമുക്ക് കാണാവേ, വേണ്ടിയിരിക്കുന്നു. പക്ഷെ നമ്മളതിനെയൊന്നും പിടിക്കുന്നില്ല, തീരെ കുഞ്ഞതാണ്. ഇന്നലെ ഇവിടെ വെള്ളമില്ലായിരുന്നു, ഇപ്പോൾ ഇവിടെയൊക്കെ വെള്ളമായിട്ടുണ്ട്.
മഴയുടെ രൗദ്രഭാവമാണ് നിങ്ങൾ ഈ കാണുന്നത്. രാത്രിയും പകലും തോരാതെ തിമിർത്ത് പെയ്തുകൊണ്ടിരുന്നു. പെയ്ത് അകത്തേക്ക് കയറാൻ വെമ്പൽ കൊണ്ട് നിൽക്കുന്ന വെള്ളത്തിൽ നോക്കി ഒന്ന് നെടുവീർപ്പെടാൻ മാത്രമേ നമ്മളെക്കൊണ്ട് പറ്റിയുള്ളൂ. ഏത് മഴയത്തും വെള്ളപ്പൊക്കത്തിലും മീൻകറി എന്ന വികാരം നമ്മളെ വീണ്ടും ഫിഷിങ്ങിലേക്ക് ചെയ്യാൻ നിർബന്ധിതയാക്കി. കുത്തി നോക്കി വെട്ടി നോക്കി അവസാനം കൈകൊണ്ട് വരെ പിടിക്കാൻ നോക്കി. ഒരു രക്ഷയുമില്ല. വീണ്ടും അങ്ങനെ ശ്രമം തുടർന്നുകൊണ്ടിരുന്നു. ഇര തേടി ഇറങ്ങിയത് ഞാൻ മാത്രമല്ല, ദാ ഈ ആമച്ചാരെയും അങ്ങനെ കണ്ടുമുട്ടി. സമയം അങ്ങനെ കടന്നു പൊക്കോണ്ടിരുന്നു. മഴയ്ക്കൊരു ശമനവും ഉണ്ടായില്ല വെള്ളത്തിൻ്റെ വരവിനും. ഇരച്ചെത്തിയ വെള്ളം പടിയും കടന്ന് അകത്തെത്തി. ഇനി രക്ഷയില്ല. ക്യാമ്പിലേക്ക് മാറണം. മഴയും വെള്ളപ്പൊക്കവും നമ്മൾ ഒരുപാട് എൻജോയ് ചെയ്യാറുണ്ട്. എന്നാൽ ദുരിതമായാൽ ശപിക്കാറുമുണ്ട്. ക്യാമ്പിലെ ദിനങ്ങൾ, ഓടി നടന്ന വരാന്തകളും ഗോവണിപ്പടികളും ഇരുന്ന് പഠിച്ച ക്ലാസ് മുറികളും പഴയ ഓർമ്മകളിലേക്ക് കൊണ്ടുപോയി. ഇനി എത്ര ദിനങ്ങൾ കാത്തിരിക്കണം വീട്ടിലേക്കൊരു മടക്കയാത്രയ്ക്കായി? വാനിൽ മേലെ വെൺമേഘം